ഭൂട്ടാൻ വാഹനക്കടത്തിൽ നടൻ അമിത് ചക്കാലക്കലിനെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യും. പിടിച്ചെടുത്ത വാഹനങ്ങളിൽ ദുരൂഹതയുണ്ട് എന്നാണ് കസ്റ്റംസിന്റെ വിലയിരുത്തൽ. കുണ്ടന്നൂരിൽ നിന്നും പിടിച്ചെടുത്ത വാഹനത്തിന്റെ RC വ്യാജമാണെന്ന് കണ്ടെത്തി. നടൻ ദുൽഖർ സൽമാൻ 2 വാഹനങ്ങൾ കൂടി ഹാജരാക്കാൻ കസ്റ്റംസ് നോട്ടീസ് നൽകും. കൂടുതൽ സ്ഥലങ്ങളിലും ഇന്ന് പരിശോധനയ്ക്ക് സാധ്യതയുണ്ട്. നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകുന്നത്. നിതിൻ, ഇന്നലെ അമിത് ചക്കാലക്കൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ തനിക്ക് ഇത്രയും വാഹനങ്ങളൊന്നുമില്ല, ഒരേ ഒരു വാഹനം ഉണ്ട്, അതായത് പ്രാഡോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ രേഖകളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വളരെ വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു വാഹനവുമായി ബന്ധപ്പെട്ടാണോ ഇപ്പോൾ വീണ്ടും ഒരു പരിശോധന നടത്തുന്നതും അതിൽ ക്രമക്കേടുണ്ടെന്നുള്ള കണ്ടെത്തലുമാണോ കസ്റ്റംസിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് അമിത് ചക്കാലക്കൽ വീണ്ടും ഇങ്ങനെ വാർത്തകളിലേക്ക് വരുന്നത്? നിതിൻ, കഴിഞ്ഞ ദിവസം ഈ ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് അമിത് ചക്കാലക്കലിന്റേതായി 6 വാഹനങ്ങളായിരുന്നു കസ്റ്റംസ് പിടികൂടിയിരുന്നത്. അതിൽ 7 വാഹനങ്ങളായിരുന്നു പിടികൂടിയിരുന്നത്. അതിൽ 2 വാഹനം മാത്രമാണ് നിലവിൽ കസ്റ്റംസിന്റെ ഓഫീസിലേക്ക് കൊണ്ടുവന്നത്. മറ്റു വാഹനങ്ങൾ അമിത്തിന്റെ തന്നെ ഗാരേജിൽ തുടരുകയാണ്. അമിത് ഇക്കാര്യത്തിൽ മാധ്യമങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞിരുന്നത് തന്റെ ഒരു വാഹനം 99 മോഡൽ ലാൻഡ് ക്രൂയിസർ മാത്രമാണ് പിടിച്ചിട്ടുള്ളത്. 5 വർഷം മുമ്പ് അത് ഗോവയിൽ നിന്നും താൻ വാങ്ങിച്ചതാണ്. മറ്റു വാഹനങ്ങളൊക്കെ തന്റെ വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണികൾക്കായി മറ്റും കൊണ്ടുവന്ന വാഹനങ്ങളാണെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ കസ്റ്റംസ് പറയുന്നത് അത് അങ്ങനെയല്ല. ഇത് കൃത്യമായി അമിത് ചക്കാലക്കലിന് ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതയുണ്ട്. താരങ്ങൾക്കടക്കം അല്ലെങ്കിൽ കേരളത്തിൽ പല ആളുകൾക്കും ഇത്തരത്തിൽ ഈ കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങൾ എത്തിച്ചു നൽകിയതിന് മുഖ്യ ഇടനിലക്കാരനായി അമിത് ചക്കാലക്കൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് കസ്റ്റംസ് പറയുന്നത്. ഒപ്പം തന്നെ പിടിച്ചെടുത്ത വാഹനങ്ങളെല്ലാം തന്നെ അമിത്തിന്റേതാണെന്നും കസ്റ്റംസ് പറയുന്നുണ്ട്. അമിത്തിന്റെ സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധന നടത്താൻ പ്രത്യേകിച്ച് ഈ കോയമ്പത്തൂർ ബന്ധമുള്ള അല്ലെങ്കിൽ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാഫിയാണ് ഈ ഭൂട്ടാനിൽ നിന്നും വാഹനം കടത്തിക്കൊണ്ടുവന്ന് കേരളത്തിലടക്കം വിറ്റത് എന്ന് കസ്റ്റംസ് പറയുന്നുണ്ട്. ഈ കോയമ്പത്തൂർ ടീമുമായി അമിത്തിന് വളരെ അടുത്ത ബന്ധമുണ്ടെന്നും ഇവരുമായി വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകളും വാഹന ഇടപാടുകളും നടത്തിയിട്ടുണ്ടെന്നാണ് ഈ കസ്റ്റംസ് നിലവിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അമിത് ചക്കാലക്കലിനെ വീണ്ടും വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടി വരും. നേരത്തെ കഴിഞ്ഞ ദിവസം അമിത് ചക്കാലക്കലിനെ ഏകദേശം 2 മണിക്കൂറോളം കസ്റ്റംസ് വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു. അതിന് പിന്നാലെ ഈ വാഹനങ്ങളുടെ രേഖകളടക്കം ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഏതായാലും അമിത് ചക്കാലക്കലിനെ വീണ്ടും വിശദമായി തന്നെ ചോദ്യം ചെയ്യണമെന്ന നിലപാടാണ് നിലവിൽ കസ്റ്റംസിനുള്ളത്. ഇത്തരത്തിൽ വാഹന ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അമിത്തിന് പ്രധാന ബന്ധമുണ്ട്, അല്ലെങ്കിൽ അമിത് മുഖ്യ ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരുന്നടക്കമുള്ള കാര്യങ്ങളാണ് കസ്റ്റംസ് നിലവിൽ പറയുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം കുണ്ടന്നൂരിലെ ഒരു വർക്ക്ഷോപ്പിൽ നിന്നും ഒരു ലാൻഡ് ക്രൂയിസർ പിടിച്ചെടുത്തിരുന്നു. അരുണാചൽ രജിസ്ട്രേഷനുള്ള ഒരു ലാൻഡ് ക്രൂയിസർ ആയിരുന്നു പിടിച്ചെടുത്തിരുന്നത്. ഇതിന്റെ RC മാഹിൻ അൻസാരി എന്ന പേരിലാണ് ഈ വണ്ടി രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇത് ഫസ്റ്റ് ഓണർ വാഹനമാണ്. ഇത്തരത്തിൽ ഈ ഓപ്പറേഷൻ നിംഖൂറുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് പിടിച്ചെടുക്കുന്ന ആദ്യ ഫസ്റ്റ് ഓണർ വാഹനമായിരുന്നു കഴിഞ്ഞ ദിവസം കുണ്ടന്നൂരിൽ നിന്ന് പിടിച്ചെടുത്തത്. പക്ഷേ ഈ മാഹിൻ അൻസാരി എന്ന പേര് വ്യാജമാണ് എന്നാണ് നിലവിൽ കസ്റ്റംസ് പറയുന്നത്. ഇതിന്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നിലവിൽ കസ്റ്റംസ്. ഇതിന്റെ യഥാർത്ഥ ഉടമയ്ക്ക് ഈ വാഹന കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാഫിയുമായി അടുത്ത ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഭൂട്ടാനിൽ നിന്ന് വാഹനം കടത്തുന്ന മാഫിയുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് കസ്റ്റംസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഫസ്റ്റ് ഓണർ വാഹനം അയാളുടെ കയ്യിൽ ഉള്ളതെന്നാണ് നിലവിൽ കസ്റ്റംസിന്റെ കണ്ടെത്തൽ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകാനാണ് നിലവിൽ കസ്റ്റംസിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ ഉണ്ടാവും. ഒപ്പം തന്നെ കൂടുതൽ പേർക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തും. ദുൽഖറിന്റെ 2 വാഹനങ്ങൾ കൂടി ഹാജരാക്കാനും പിടിച്ചെടുത്ത വാഹനങ്ങളുടെ രേഖകൾ ഹാജരാക്കാനും ആവശ്യപ്പെട്ട് ദുൽഖറിന് നോട്ടീസ് നൽകുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ കസ്റ്റംസ് വ്യക്തമാക്കിയിരുന്നു. അതിന് പുറകെയാണ് വലിയ അന്വേഷണത്തിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ച് അമിത് ചക്കാലക്കലിന്റെ സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധിക്കാനാണ് നിലവിൽ കസ്റ്റംസിന്റെ തീരുമാനം. ശരി.